എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സമയം ദേ 1:10 എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ബിഗ് ബോസിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഒരു യാത്രയുണ്ട്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നാളെ രാവിലെ ആയിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 8 അതിൻ്റെ അഗ്നി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കോമണേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി ബിഗ് ബോസ് നടത്തുന്ന ഒരു പുതിയ ഷോയാണ് അഗ്നി പരീക്ഷ. അതിൻ്റെ 6ാമത്തെ ദിവസമായിരുന്നു ഇന്ന്. കഴിഞ്ഞ 5 ദിവസത്തെ അഗ്നി പരീക്ഷ യാത്ര എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസവും വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ. ആദ്യ ദിവസവും രണ്ടാമത്തെ ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുമായിരുന്നു. പിന്നെ അങ്ങോട്ട് എല്ലാ ടീമുകൾക്കും ഒരേപോലത്തെ ടാസ്കുകൾ കൊടുത്ത് അത് കണ്ട് ബോറടിച്ചിരിക്കുന്ന സമയത്താണ് ഇന്ന് 6ാമത്തെ ദിവസം അത്യാവശ്യം എൻ്റർടൈനിങ് ആയിട്ട് തന്നെ എപ്പിസോഡ് പോയി. കൂടുതൽ സംസാരവും കുറച്ച് ടാസ്ക് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. അവസാനം തന്നെ നമുക്ക് സ്ഥിരമായിട്ട് സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എലിമിനേഷൻ, അതുമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എലിമിനേഷൻ ഫെയർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെയർ ആയിരുന്നു. പക്ഷേ അതിന് ഒരു വ്യക്തിയെ വീണ്ടും സേവ് ചെയ്തു. അതെന്തിനാണ് എന്നതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. ഞാനത് ആരാണെന്നുള്ളത് അവസാനം പറയാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണെങ്കിൽ വളരെ സംഭവബഹുലമായ എപ്പിസോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ സാധാരണ വരുന്ന പോലെ റനീഷ, നമ്മുടെ ആങ്കർ, സ്റ്റേജിലേക്ക് വരുന്നു. സ്റ്റേജിലേക്ക് വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ, അഗ്നിപരീക്ഷയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വേർഡ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ജഡ്ജസിനെ കാണിക്കുന്നു. പിന്നെ ജഡ്ജസും അവരുടേതായിട്ടുള്ള, അറിയാലോ, സ്ഥിരമായിട്ട് അവർ സംസാരിക്കുന്ന പോലെ അവരുടെ ഓരോ തോട്ട്സ് ഷെയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 28 പേരെയും വേദിയിലേക്ക് വിളിക്കുകയാണ്. സാധാരണ കണ്ടസ്റ്റൻസ് സ്റ്റേജിൻ്റെ 2 സൈഡിലായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഇവർ പുറത്തുനിന്ന് അകത്തേക്ക് വരികയാണ് ചെയ്തത്. വന്നതിന് ശേഷം ഏത് ജഡ്ജിൻ്റെ ടീമിലേക്കാണ് പോകേണ്ടതെന്ന് കണ്ടസ്റ്റൻസിന് തീരുമാനിക്കാം എന്നതാണ് ഇന്നത്തെ പ്രത്യേകത. അതിനുവേണ്ടി ആങ്കർ വന്നപ്പോൾ തന്നെ ആങ്കറുടെ കയ്യിലൊരു മാസ്ക് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ റനീഷയാണല്ലോ ആങ്കർ. അപ്പോൾ റനീഷയുടെ കയ്യിലിരുന്ന മാസ്ക് റനീഷയുടെ തന്നെ ഫേസ് മാസ്കാണ്. റനീഷയുടെ ഫേസിലുള്ള മാസ്കാണ്. അതുപോലെ ബാക്കി 3 ജഡ്ജസിൻ്റെയും മാസ്കുകളുണ്ട്. ഓരോ കണ്ടസ്റ്റൻറ്റിനും ഓരോ മാസ്ക് എന്ന രീതിയിൽ എല്ലാവർക്കും മാസ്കുകൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ 2 സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടസ്റ്റൻറ്റിന് ഏത് ജഡ്ജിൻ്റെ ടീമിലേക്ക് പോകണമെന്ന് തീരുമാനിക്കാം. അവരുടെ ഇഷ്ടപ്രകാരം തീരുമാനിച്ചുകൊണ്ട് ഓരോ ജഡ്ജസിൻ്റെ ടീമിലേക്ക് പോയി. അങ്ങനെ 4 ടീം റെഡിയായി. ഈ 4 ടീം റെഡിയായതിനു ശേഷം പിന്നെ വന്ന ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും കണ്ടസ്റ്റൻസിൻ്റെ ഒരു മാസ്ക് വലിച്ചു കീറുന്ന ഒരു പരിപാടിയാണ് വന്നത്. ആ മാസ്ക് വലിച്ചു കീറുന്ന പരിപാടി എന്ന് പറയുന്നത് മാസ്ക് ഓഫ് എന്നാണ് ആ സെഗ്മെൻ്റ് പേര്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ടോപ്പിക് കൊടുക്കും. ആ ടോപ്പിക്കിനെ കുറിച്ച് അവർ സംസാരിക്കണം. ഇതാണ് സെഗ്മെൻറ്റ്. പക്ഷേ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. 6 പേരെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ 6 പേരിൽ ആദ്യം വന്നത് ലൊലീറ്റയായിരുന്നു. ഞാനിവിടെ ഫോട്ടോ വയ്ക്കാം, ഓരോ കണ്ടസ്റ്റൻസിൻ്റെ ഫോട്ടോ വയ്ക്കാം. ലൊലീറ്റയായിരുന്നു ആദ്യം വന്നത്, ആ 19 വയസ്സുകാരി. ലൊലീറ്റയ്ക്ക് കൊടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാൻഡ് പാരൻസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. മുത്തശ്ശൻ മുത്തശ്ശി അവരെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. മുത്തശ്ശനെയും കുറിച്ച് സംസാരിച്ചു. ഏറ്റവും കൂടുതൽ സംസാരിച്ച മുത്തശ്ശിയെക്കുറിച്ചായിരുന്നു. മുത്തശ്ശിയുമായിട്ടുള്ള ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരു 19 വയസ്സുകാരി അത് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ട്. ഈ മുത്തശ്ശിക്കൊപ്പമാണ് ഇരുന്ന് ബിഗ് ബോസ് കണ്ടതെന്ന് പറയുന്നു. അതായത് ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് സീസൺ. ആ സമയത്ത് ആ കുട്ടിയുടെ പ്രായം 10 വയസ്സാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് മുത്തശ്ശിക്കൊപ്പം ഇരുന്ന് എപ്പിസോഡ് കണ്ട ഒരു എക്സ്പീരിയൻസ് ഒക്കെ ലൊലീറ്റ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത് വന്നത് ശ്യാമായിരുന്നു. ശ്യാമിന് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് കളിയാക്കൽ, ബുള്ളിങ് ആയിരുന്നു. ഓരോ വരുന്ന വ്യക്തികൾക്കനുസരിച്ചുള്ള ടോപ്പിക്കാണ് അവർ കൊടുത്തത്. ഇപ്പോൾ ശ്യാമിന് അത് കൊടുക്കാൻ കാരണം ശ്യാമിന് കുറച്ച് ഫെമിനൈൻ ഒരു അപ്പിയറൻസ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ടോപ്പിക്ക് കൊടുത്തത്. അപ്പോൾ ശ്യാം അത് വെച്ച് തന്നെ സംസാരിച്ചു. ശ്യാമിന് ഈ പറയുന്ന ഫെമിനൈൻ ഒരു അപ്പിയറൻസ് ഉള്ളത് കൊണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ കളിയാക്കലെല്ലാം ഒരു സ്ട്രെങ്ത് ആയിട്ട് ശ്യാം എടുത്തു. അങ്ങനെയാണ് ശ്യാം മുന്നോട്ട് പോകുന്നത്. ഇവിടം വരെ എത്തിയത് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കുറച്ച് ഇമോഷണലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ലെവലാണ് ശ്യാം സംസാരിച്ചത്. അത് റിയാസ് ശ്യാമിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. ആ തുറന്നു പറച്ചിലിന് ശ്യാമിനെ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം എല്ലാവരും ഒന്നും അത് പറയുന്നതല്ല, പറയാൻ തയ്യാറാവില്ല. പക്ഷേ ശ്യാം അത് പറഞ്ഞതുകൊണ്ട് റിയാസ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. ശ്യാം സംസാരിക്കുന്ന സമയത്ത് തന്നെ ഷാമോൻ ജഡ്ജസിനോട് പറഞ്ഞു, എനിക്ക് ശ്യാമിനെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് ഷാമോൻ പറഞ്ഞു. വന്നിട്ട് ഷാമിനെ ഹഗ് ചെയ്യുന്നു. പക്ഷേ ഹഗ് ചെയ്യുന്ന സംഭവം കാണിച്ചില്ല. ഹഗ് ചെയ്യണമെന്ന് പറഞ്ഞതേ ഉള്ളൂ, ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആ ചെയ്യുന്നത് കണ്ടില്ല, അത് കട്ട് ചെയ്ത് മാറ്റിയെന്ന് തോന്നുന്നു. പിന്നെ വന്നത് ഷിബിനയായിരുന്നു. ഷിബിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, റിയാസ് ബ്രൗൺ ബ്യൂട്ടി എന്നും പറഞ്ഞിട്ട് വിളിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് ഷിബിന. ആ കളറിൻ്റെ പേരിൽ ഷിബിന ഒരുപാട് അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഷിബിന ബിഗ് ബോസിൽ വന്നിട്ട് ഈ അഗ്നിപരീക്ഷയിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷിബിനെയാണ് സ്റ്റേജിലേക്ക് വിളിച്ചത്. ഷിബിനയ്ക്ക് കൊടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബ്യൂട്ടിയെക്കുറിച്ചായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ് അവരവർക്ക് എന്തിലാണോ അവർ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ആ ഒരു ടോപ്പിക്കാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഷിബിനയ്ക്ക് കൊടുത്തത് ബ്യൂട്ടിയെക്കുറിച്ചായിരുന്നു. ഷിബിന അത് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു. ശരിക്കും കഴിഞ്ഞ എപ്പിസോഡ് വരെ ഷിബിനെ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. ഷിബിനയുടെ എൻട്രി എപ്പിസോഡിൽ ഇൻട്രോ പറയുന്ന സമയത്തല്ലാതെ പിന്നെ എവിടെയും ഷിബിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഷിബിനെ എന്തിനാണ് റിയാസ് സേവ് ചെയ്തതെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ.
അപ്പോൾ ഇന്ന് പക്ഷേ ഷിബിന നന്നായിട്ട് സംസാരിച്ചു, നന്നായിട്ട് പെർഫോം ചെയ്തു. ഇതിൽ മാത്രമല്ല ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. ടാസ്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പിന്നെ വന്നതെന്ന് പറയുന്നത് ഷാമോനായിരുന്നു. ഷാമോൻ ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. സോ ഷാമോന് കൊടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടൈമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ആംബുലൻസ് ഡ്രൈവേഴ്സിന് സമയം എത്രമാത്രം പ്രഷ്യസ് ആണെന്ന് നമുക്കറിയാം. ഷാമോൻ അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ സംസാരിച്ച് ഷാമോൻ ഒരു കുട്ടീനെ സേവ് ചെയ്ത കഥയൊക്കെ പറഞ്ഞു. നിങ്ങൾക്കത് എപ്പിസോഡ് കാണുന്നവരാണെങ്കിൽ എപ്പിസോഡിൽ അത് മനസ്സിലാവും കേട്ടോ. കുറച്ച് ഇമോഷണലി നമുക്ക് ടച്ച് ആവുന്നതാണ് ഷാമോൻ്റെ സ്റ്റോറി. ഷാമോൻ ഒരു കോൾ വരുന്നു കുറച്ച് കഴിയുമ്പോൾ ഷാമോൻ ഒരു പേഷ്യൻ്റ് എടുക്കാൻ പോകുന്ന സമയത്താണ് കോൾ വരുന്നത്. പെട്ടെന്ന് ആ വ്യക്തി വീണ്ടും വിളിച്ച് പറയുന്നു, വരണ്ട, ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് പോവാണ് എന്ന് പറഞ്ഞപ്പം ഷാമോൻ ചോദിച്ചു എന്താണ് പ്രശ്നം ചോദിച്ചു. അത് ഒരാൾക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഷാമോൻ പറഞ്ഞു അവിടുന്ന് ഇടുക്കിയാണ് അവരുടെ സ്ഥലം, അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട്, 25 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ വരാം, ഞാൻ വന്നിട്ട് കൊണ്ടുപോകാം, ഓട്ടോ രക്ഷയിൽ കൊണ്ടുപോയി റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഷാമോൻ അവിടെ എത്തി. പെട്ടെന്ന് തന്നെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഓടി വരുന്നതാണ്. ആ കുഞ്ഞിനാണ് ശ്വാസതടസ്സം. അങ്ങനെ ഷാമോൻ ആ വണ്ടി കയറ്റിയിട്ട് 5 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഷാമോൻ എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നിയെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു ഹാപ്പിനെസ് നമ്മുടെ ഫേസിൽ വരും. അങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞു. അപ്പോൾ സമയത്തിന് അത്രമാത്രം വാല്യൂ ഉണ്ട്. മറ്റേത് 25 മിനിറ്റ് എടുക്കുമെന്നാണ് പറഞ്ഞത് ആദ്യം, ഓട്ടോറിക്ഷയിലാണ് പോകുന്നതെങ്കിൽ. ഇത് ഷാമോൻ 5 മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന കുട്ടീനെ അവിടെ എത്തിച്ചു, ആ കുട്ടീൻ്റെ ജീവൻ രക്ഷിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ അഖിൽമാരാരെ പറഞ്ഞു, നിങ്ങൾ ആംബുലൻസ് ഡ്രൈവേഴ്സിനെ കുറിച്ചാണ് സമയം കമ്പയർ ചെയ്തത്, പക്ഷേ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ പറയുവാണെങ്കിൽ എന്തായിരിക്കും പറയാൻ പറ്റുകയെന്ന് ചോദിച്ചപ്പം ഷാമോൻ കുറച്ചൊന്ന് സ്റ്റക്കായി. എല്ലാവർക്കും സമയം പ്രഷ്യസ് ആണ് എന്ന രീതിക്ക് അഖിൽമാരാർ സംസാരിച്ചു. ഷാമോൻ പറഞ്ഞു, ഞാനത് എൻ്റെ ജോലിയുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിച്ചതേ ഉള്ളൂ, ഞാൻ ചെയ്യുന്ന മേഖലയുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഷാമോൻ അത് കൺവിൻസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ജെറ്റി ആയിരുന്നു. ജെറ്റിയെ കുറിച്ച് അറിയാലോ, നേഴ്സാണ്. സോ അവർക്ക് കൊടുത്ത ടോപ്പിക്കും നേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ്. അവരുടെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് അവർക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നൊരു കഥയൊക്കെയാണ് പറഞ്ഞത്. കരഞ്ഞുകൊണ്ടൊക്കെയാണ് പറഞ്ഞത്. കുറച്ച് ഇമോഷണലായി ജെറ്റി. പക്ഷേ എനിക്കത് ആ അമ്മയുടെ കാര്യം ഓർത്ത് കരഞ്ഞതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ കംപ്ലീറ്റ്ലി ഞാനത് കൺവിൻസ്ഡും അല്ല. അതുകൊണ്ടാണോ കരഞ്ഞത്, അതോ ആ വേദിയെ ഒന്ന് ഇളക്കാൻ വേണ്ടി കരഞ്ഞതാണോ എനിക്കങ്ങനെ തോന്നി. പിന്നെ അമ്മയായിരുന്നു ഇപ്പുറത്ത് ടോപ്പിക്കിൽ വന്നതുകൊണ്ട് ഒരു പക്ഷേ അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ കരഞ്ഞു പോയതായിരിക്കാം എന്ന് വിചാരിക്കാം. പിന്നെ വന്നത് രാകേഷ് ആയിരുന്നു, നമ്മുടെ ഫോർട്ട് കൊച്ചിക്കാരൻ. രാകേഷ് കൊടുത്ത ടോപ്പിക്ക് കുടുംബമായിരുന്നു. നന്നായിട്ട് സംസാരിച്ചു. ആളുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, ബ്രദേഴ്സ് അങ്ങനെ ആൾക്കാരുണ്ട്. ഒരു ബിഗ് ബോസ് ഹൗസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത്രയും ഒരു എൻ്റർടൈനിങ് ആണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ രഞ്ജിനി ഹരിദാസ് പറഞ്ഞു, നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണ്, നിങ്ങളുടെ പാരൻസ് സോ പ്രൗഡാണ്, നിങ്ങളെ ഓർത്തിട്ട് പ്രൗഡായിരിക്കും, കാരണം നിങ്ങൾക്ക് എല്ലാവരും ചിരിപ്പിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ്, കോമാളി കരയാൻ പാടില്ല, കോമാളി എല്ലാവരും ചിരിപ്പിക്കാനേ പാടുള്ളൂ എന്നൊക്കെ ഒരു തോട്ടൊക്കെ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ കേട്ടിട്ടുള്ള തോട്ടാണ്. രാകേഷ് അതൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സെഗ്മെൻറ്റ് അവിടെ അവസാനിച്ചു. ഈ 6 പേരെ കൊണ്ട് മാത്രമാണ് സംസാരിപ്പിച്ചത്. ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇനി ഓരോ കണ്ടസ്റ്റൻസും പുറത്തിറങ്ങിയതിന് ശേഷമാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു കാര്യം ഇവർ ചെയ്യുന്നത്. ഈ കണ്ടസ്റ്റൻസ് എവിക്റ്റായി വരുന്ന ആൾക്കാർ ബ്ലെയിം ചെയ്യുവാണ്, ഷോയേനെയും അതുപോലെ അവിടെയുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ബ്ലെയിം ചെയ്ത് വീഡിയോകൾ ചെയ്യുവാണ്. ശരിക്കും എനിക്ക് ഈ ബിഗ് ബോസ് ടീമിനോട് പറയാനുള്ള കാര്യം, നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം, ബിഗ് ബോസ് കഴിഞ്ഞിട്ട്, അതായത് ഷോയ്ക്കകത്ത് വന്നതിന് ശേഷം പുറത്ത് പോകുന്ന ആൾക്കാരോട് നിങ്ങൾ പറയാറുണ്ട്, അടുത്ത 1 വർഷത്തേക്ക് പ്രോഗ്രാമിനെ കുറിച്ച് മോശമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതേ ക്രൈറ്റീരിയ നിങ്ങൾ ഈ പറയുന്ന അഗ്നിപരീക്ഷയ്ക്ക് നിന്ന് എവിക്റ്റായി പോകുന്ന ആൾക്കാരോടും പറയണം. കാരണം ഇവർ പുറത്തിറങ്ങിയിട്ട് ഷോയേനെ എന്ത് ചെയ്യുന്നുണ്ട്, അധിക്ഷേപിക്കുകയാണ്. അവിടെ ഫെയർ അല്ല, അതല്ല, ഇതല്ല, ഞങ്ങൾ ഔട്ട് ആവേണ്ടവരല്ല, അൺഫെയർ എവിക്ഷൻ. ചില ആൾക്കാരുടെ എവിക്ഷൻ അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് പുറത്ത് വന്നിട്ട് കണ്ടസ്റ്റൻസ് തന്നെ പറയുമ്പോൾ ആ ഷോയോടുള്ളൊരു മതിപ്പ് ആൾക്കാർക്ക് നഷ്ടപ്പെടും. ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ പല ആൾക്കാർക്കും ഇഷ്ടമല്ല, എന്നാൽ പോലും ഇത് ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെയൊക്കെ റിവ്യൂ കാണുമ്പോൾ കാണുന്ന ആൾക്കാരുണ്ട്, എപ്പിസോഡ് കാണുന്ന ആൾക്കാരും കാണാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കണ്ടസ്റ്റൻസ് തന്നെ വന്നിട്ട് എവിക്റ്റായി പോയതിൻ്റെ പേരിൽ വന്നിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കുറച്ച് പേരെ മാത്രമേ നോട്ടീസ് ചെയ്തുള്ളൂ മോശം പറയാത്ത, ജസ്റ്റ് താങ്ക് യു മാത്രം പറഞ്ഞു പോകുന്ന ആൾക്കാർ. നമ്മുടെ ഷാനു താങ്ക് യു പറഞ്ഞു പോയി, പിന്നെ നന്ദകിഷോർ താങ്ക് യു പറഞ്ഞു പോയി, അനഘ വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. അനഘ അതിനൊരു എന്താ പറയുക അനലൈസിങ് കൂടി നടത്തുന്നുണ്ട്. എവിക്ഷനിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിനെ അനലൈസ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് കൂടി അനഘ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അനഘയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ. അതൊക്കെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അനഘ അവിടെ നിന്ന് എവിക്റ്റായി വന്ന ഒരാളാണ്. അപ്പോൾ എവിക്റ്റായി വന്ന ഒരാൾ അവിടെ എവിക്ഷനിൽ വരുന്ന ആൾക്കാരുടെ ക്യാരക്ടർ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു നല്ല ചിന്തയാണ്, നല്ല പ്രവൃത്തിയാണ്. അതുപോലെ അനഘ പറയുന്ന പോയിൻറ്റും വളരെ വാലിഡ് ആയിട്ടുള്ള പോയിൻ്റ്. ഓരോ വ്യക്തികളെ അനലൈസ് ചെയ്തിട്ട് പറയുന്ന പോയിൻറ്റ്സും വാലിഡ് പോയിൻറ്റ്സ് ആണ്. അതിന് അപ്രീഷിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്കവിടെ ഉണ്ടായ ഇപ്പോൾ നിലവിലുള്ള കണ്ടസ്റ്റൻസിൽ, അല്ലെങ്കിൽ എനിക്കവിടെ ഈ സീസണിൽ ഈ അഗ്നിപരീക്ഷയിൽ വന്ന കണ്ടസ്റ്റൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അനഘയാണ്. പിന്നെ ഒരാൾ നന്ദകിഷോറാണ്. നിലവിൽ 2 പേരും ഇപ്പോൾ അവിടുന്ന് എവിക്റ്റായി തിരിച്ചു വരേണ്ടി വന്നു. 2 പേരും സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് എവിക്റ്റായി വരേണ്ടി വന്നു. ഇനി ഈ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നടന്നൊരു കാര്യം എന്ന് പറയുന്നത് ടാസ്ക്കാണ്.
മറ്റൊരു സെഗ്മെൻറ്റ് ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്ന് പുറത്തേക്ക് ഇടാൻ വേണ്ടി ഒരു സെഗ്മെൻറ്റ് മാത്രമായിരുന്നു നേരത്തെ നടന്ന ആ ഒരു ടോപ്പിക് കൊടുത്ത് സംസാരിപ്പിച്ചത്. പിന്നെയാണ് ടാസ്കിലേക്ക് പോകുന്നത്. ഈ ടാസ്കിലേക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ വണ്ടർ അടിച്ചു. കാരണം അഖിൽമാരാർ ഒരു 10 മിനിറ്റ് എടുത്തു ഈ ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട്. അമ്മാതിരി കാര്യങ്ങൾ എഴുതിക്കുന്നത്. പക്ഷേ സംഭവം സിമ്പിളാണ്. ഇതിൽ ഈ പറഞ്ഞ ടീമുകൾ അറിയാമല്ലോ. ഒന്ന് റെനീഷയുടെ ടീമാണ്, ഒന്ന് അഖിൽമാരാർ ടീമാണ്, ഒന്ന് രഞ്ജിനി ഹരിദാസിൻ്റെ, പിന്നെ റിയാസ് സലീമിൻ്റെ. ഈ 4 ടീമിൽ നിന്ന് അഖിൽമാരാരുടെ ടീമാണ് ആദ്യം വേദിയിലേക്ക് വരുന്നത്. എന്താ കാര്യം ചോദിച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിൽ അഖിൽമാരാരുടെ ടീമാണ് വിൻ ചെയ്തത്. അപ്പോൾ വിന്നിങ് ടീമാണ് ആദ്യം വേദിയിലേക്ക് വരുന്നു. ആ ടീമിന് തന്നെ ചൂസ് ചെയ്യാം. ആ വിന്നിങ് ടീം വന്നതിൻ്റെ പുറകെ അഖിൽമാരാർ വരുന്നു. അഖിൽമാരാർക്ക് ചൂസ് ചെയ്യാം ഏത് ടീമിൻ്റെ ഒപ്പം മത്സരിക്കണം എന്നുള്ളത്. അപ്പോൾ അഖിൽമാരാർ ചൂസ് ചെയ്തത് രഞ്ജിനി ഹരിദാസിൻ്റെ ടീമായിരുന്നു. അങ്ങനെ രഞ്ജിനി ഹരിദാസിൻ്റെ ടീം വരുന്നു, ടാസ്ക് ലെറ്റർ വായിക്കുന്നു. ടാസ്ക് ലെറ്റർ വായിച്ചു. ഞാനിത് ഇവിടെ എഴുതി വെച്ചത് ഒരു പേജിൻ്റെ പകുതിയോളം ഉണ്ട് ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ എഴുതി വെച്ചത്. അപ്പോൾ അത്രയും വായിക്കാനുണ്ടായിരുന്നുള്ളതാണ്. വായിച്ച ആൾക്കാർക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ അഖിൽമാരാണ് അത് വായിച്ചു കൊടുത്തത്. ടാസ്കിൻ്റെ പേര് അതിർത്തി പോരെന്നായിരുന്നു. വായിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറേ സംഭവം ഉണ്ട്, ഒന്നും മനസ്സിലാവത്തില്ല, തലയിൽ കയറില്ലെന്നൊക്കെ തോന്നി. പക്ഷേ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ബോട്ടിലിൽ കുറേ ബബിൾസ് വെച്ചിട്ട്, ബബിൾസ് മീൻസ് ഈ എന്താ പറയുക, തെർമോക്കോളിലുള്ള കുഞ്ഞു ബബിൾസ് ഉണ്ടല്ലോ, അത് ആ ബോട്ടിലിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അത് 2 സൈഡിൽ 2 ബോക്സിലായിട്ട് വെച്ചിട്ടുണ്ടാവും. ബോക്സ് മീൻസ് സ്ക്വയർ ബോക്സ് വരച്ചിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് വലിയൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട് അപ്പുറത്തിപ്പുറത്തായിട്ട്. 4 പേര് അറ്റാക്കേഴ്സും 3 പേര് പ്രൊട്ടക്റ്റേഴ്സുമായിട്ടാണ് ഇവിടെ നിൽക്കേണ്ടത്. ഇവർ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഇരിക്കുന്ന ബോട്ടിൽ എടുത്തിട്ട് വലിയ കളത്തിനകത്ത് നിറയ്ക്കണം. ഓക്കെ, അത് കൂട്ടി വയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ലൈനപ്പായിട്ടാണ് വയ്ക്കാൻ പാടുള്ളൂ. പ്രൊട്ടക്റ്റേഴ്സ് ഈ ബോട്ടിൽ താഴെ വീഴാതെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അറ്റാക്കേഴ്സ് ഈ ബോട്ടിൽ താഴെ വീഴ്ത്തണം. 2 ടീമും അതാണ് ചെയ്യേണ്ടത്. അവസാനം ബസർ അടിക്കുമ്പോൾ ഏത് ടീമിനാണോ ബോട്ടിൽ നിർത്തിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ബോട്ടിൽ നിർത്തിയിരിക്കുന്ന ടീം ഏതാണോ ആ ടീമായിരിക്കും ജയിക്കുന്നത്. ഇതാണ് ടാസ്ക്. ഇതിനകത്ത് ഇൻഫിനിറ്റി പെൻഡൻ്റ് ഉള്ള ടീമിലുള്ള വ്യക്തികൾക്ക്, ഇൻഫിനിറ്റി പെൻഡൻ്റ് ഉള്ള കണ്ടസ്റ്റൻ്റ് വരുന്ന ടീമിന് 10 സെക്കൻഡ് സമയം കൊടുക്കും. ആ 10 സെക്കൻഡിനുള്ളിൽ മാക്സിമം ബോട്ടിൽ ആ കളത്തിൽ നിറച്ച് വെക്കാം, സ്റ്റാൻഡ് ചെയ്ത് നിർത്താം. രഞ്ജിനി ഹരിദാസിൻ്റെ ടീമിൽ രചനയ്ക്കാണ് ഇൻഫിനിറ്റി പെൻഡൻ്റ് ഉള്ളത്. സോ ആ ടീമിന് 10 സെക്കൻഡ് സമയം കിട്ടുന്നു. വൈശാഖാണ് ഈ പറയുന്ന ബോട്ടിൽ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓടിപ്പോയിട്ട് കുറച്ച് ബോട്ടിൽ എടുത്ത് അവിടെ വെച്ചു. ആ ടാസ്കിൽ ജയിച്ചത് രഞ്ജിനി ഹരിദാസിൻ്റെ ടീമായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ അഖിൽമാരാർ ടീമാണ് ജയിച്ചത്. പക്ഷേ ആ കണ്ടസ്റ്റൻസ് അല്ല ഈ പ്രാവശ്യം അഖിൽമാരാർ ടീമിൽ വന്നത്. രഞ്ജിനി ഹരിദാസിൻ്റെ ടീം സ്റ്റാൻഡ് ചെയ്ത് നിർത്തിയ ബോട്ടിലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 55 ബോട്ടിലാണ്. ഓക്കെ, അഖിൽമാരാർ ടീം സ്റ്റാൻഡ് ചെയ്ത് നിർത്തിയത് 22 ബോട്ടിൽ. ഇതിൻ്റെ ഇരട്ടി ബോട്ടിലാണ് രഞ്ജിനി ടീം സ്റ്റാൻഡ് ചെയ്ത് നിർത്തിയത്. അപ്പോൾ അടുത്ത ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഔട്ട് ഹൗസിലേക്കും അതുപോലെ ഇൻഫിനിറ്റി പെൻഡൻറ്റ് കൊടുക്കേണ്ട ആൾക്കാരെയും കണ്ടെത്തണം. സാധാരണ സംഭവിക്കുന്നത് എന്താണ്, തോറ്റ ടീമിനെ നിർത്തിയിട്ട് അവരിൽ നിന്നായിരിക്കും ഔട്ട് ഹൗസിലേക്ക് പോകേണ്ട ആൾക്കാരെ കണ്ടെത്തുന്നത്. എന്നിട്ട് ജയിച്ച ടീമിൽ നിന്ന് ഇൻഫിനിറ്റി പെൻഡൻറ്റ് കൊടുക്കേണ്ട ആൾക്കാരെ കണ്ടെത്തും. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം 2 ടീമിനെയും നേരത്തെ നിർത്തിയിട്ട് ഈ 2 ടീമിൽ നിന്നും തന്നെ ഏറ്റവും പുവർ പെർഫോമൻസ് കാഴ്ചവെച്ച ആൾക്കാരെ ചൂസ് ചെയ്തു. അങ്ങനെ വന്നത് ഔട്ട് ഹൗസിലേക്ക് പോകാൻ വേണ്ടി സെലക്ട് ആയത് 1 സോണിയാണ്, 2 സോനയാണ്, 3 അഭിറാമാണ്, 4 സാബിറ, 5 റിജോ. ഇത്രയും പേരാണ് ഔട്ട് ഹൗസിലേക്ക് പോകാൻ വേണ്ടി സെലക്ട് ആയത്. അവർക്കെല്ലാവർക്കും ഓരോ റെഡ് ബാൻഡ് കൊടുത്തു കയ്യിലിടാൻ വേണ്ടി. പിന്നെ ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയ ആൾക്കാർ വൈശാഖും ഷിജിനും. ഈ 2 പേർക്കാണ് ഇൻഫിനിറ്റി പെൻഡൻറ്റ് ഇന്ന് കിട്ടിയത്. നേരത്തെ കിട്ടിയ ആൾക്കാരിൽ നിന്ന് ഇൻഫിനിറ്റി പെൻഡൻറ്റ് മേടിച്ചു. കാരണം അവർക്ക് ഓൾറെഡി ഇൻഫിനിറ്റി പെൻഡൻറ്റിൻ്റെ പവർ യൂസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് ഈ 10 സെക്കൻഡ് ബോട്ടിൽ വെക്കാനുള്ള ആ ഒരു പവർ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് അവർ തിരിച്ചു കൊടുത്തു. ആ പെൻഡൻറ്റ് അവർ തിരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത ടീം വരുന്നു, റിയാസിൻ്റെയും റനീഷയുടെയും ടീം. ഈ ടീമും സെയിം ടാസ്ക് തന്നെയാണ്. ഇതിൽ റിയാസിൻ്റെ ടീമാണ് ജയിച്ചത്. 44 ബോട്ടിലാണ് അവർ സ്റ്റാൻഡ് ചെയ്തത്. റനീഷയുടെ ടീം 30 ബോട്ടിലാണ് സ്റ്റാൻഡ് ചെയ്തത്. നല്ല രസമായിട്ട് നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അവർ കാഴ്ചവെച്ചത്. അതിനകത്ത് അഫിയാനാസാണ് ഏറ്റവും ബെറ്ററായിട്ട് ഈ വന്ന ബോളുകൾ, അറ്റാക്കേഴ്സ് എറിഞ്ഞ ബോളുകളെല്ലാം കുപ്പിയിൽ കൊള്ളാതെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്തു, സേവ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു കഴിഞ്ഞു പോയത്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. നമുക്ക് മുൻപ് എനിക്കൊന്ന് കഴിഞ്ഞ സീസണാണോ ജാസ്മിൻ ജാഫറിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. ഇവർ 2 അതിർത്തിയൊക്കെ വെച്ചിട്ട്, അതായത് ഇവിടുന്ന് ബോൾ എടുത്തെറിയുന്ന സംഭവം, കയ്യിൽ തോക്ക് വയ്ക്കുന്ന പോലെയൊക്കെ ബോൾ വെക്കുന്നു, എടുത്തെറിയുന്നു. അങ്ങനത്തെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ടാസ്ക്കാണ് ഈ ഒരു ടാസ്കും. 2 കളർ ബോളുകളായിരുന്നു എപ്പിസോഡ് ഉണ്ടായിരുന്നത്. ആ ബോൾ എടുത്തെറിയുക, മാക്സിമം ബോൾ അപ്പുറത്തെ അതിർത്തിയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അവിടുന്ന് ബോൾ എടുത്ത് ഇങ്ങോട്ട് എറിയുക, ഓപ്പോസിറ്റ് കളർ ഇവിടെ എത്തിക്കുക, അതായിരുന്നു അവരുടെ കയ്യിൽ. പക്ഷേ ഇവിടെ ബോട്ടിലായിരുന്നു, 2 കളർ ബോട്ടിലായിരുന്നു. ആ ബോട്ടിൽ സ്റ്റാൻഡ് ചെയ്യുന്നതാണ് ടാസ്ക്. അതിൽ റിയാസിൻ്റെ ടീം 44 പോയിന്റും 44 ബോട്ടിൽ സ്റ്റാൻഡ് ചെയ്തു. റനീഷയുടെ ടീം 30 ബോട്ടിൽ സ്റ്റാൻഡ് ചെയ്തു. അപ്പോൾ ആ ടീമിൽ നിന്ന് ഈ പറയുന്ന 2 ടീമിലെയും നിർത്തി അതിൽ ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിട്ട ആൾക്കാർ എന്ന് പറയുന്നത് 1 എൽദോയാണ്, 2 ഷിംജിത്താണ്, 3 ഷിജുലാലാണ്, 4 ജെറ്റിയാണ്, 5 പ്രവീണാണ്. അവർക്കും റെഡ് ബാൻഡ് കൊടുത്തു. ദെൻ ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയത് ഷിബിനയ്ക്കും അഫിയാനാസിനും. 2 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഞാനതാ പറഞ്ഞത്, ഷിബിനയുടെ സംസാരം നേരത്തെ സെഗ്മെൻറ്റിൽ സംസാരിച്ചതും ഇന്ന് ഈ ടാസ്ക് കളിച്ചതും നല്ല രസമായിട്ട് കളിച്ചു. ഷിബിൻ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായി.
ഇന്നലെ വരെ ഷിബിന എന്ന് പറയുന്ന ആളോട് ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു. പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇന്നത്തെ 0 നാളത്തെ ഹീറോ ആയി മാറാം. അതങ്ങനെയാണ്. അപ്പോൾ അഗ്നിപരീക്ഷ ശരിക്കും അവർ അഗ്നിയിലേക്ക് ഇറങ്ങിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും അവർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ തന്നെയാണ് കൊടുക്കുന്നത്. ഒരു അഗ്നിപരീക്ഷയുടെ ലെവലിലേക്ക് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എത്തിയിട്ടില്ല. ഇന്നും 4 പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എലിമിനേഷനിലേക്കാണ് പോകേണ്ടത്. എലിമിനേഷൻ പറയുമ്പോൾ ഔട്ട് ഹൗസിലേക്ക് പോയ ആൾക്കാരെ തിരിച്ചു വിളിച്ചു. എത്ര പേരുണ്ടായിരുന്നു? 4, 8, 10 പേര്. 10 പേര് ഔട്ട് ഹൗസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ 10 പേര് നിരത്തി നിർത്തി. എന്നിട്ട് ഓരോരുത്തരുടെയും കഥകൾ പറഞ്ഞു. ഇന്നത്തെ എലിമിനേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജഡ്ജസ് അവരുടെ സീറ്റിൽ ഇരിക്കും, ഒരാളെ പേര് വിളിക്കും, അയാളുടെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഓരോ ജഡ്ജായിട്ട് കൺവിൻസ്ഡ് ആണോ അല്ലെങ്കിൽ നോട്ട് കൺവിൻസ്ഡ് ആണോ എന്നുള്ളത് ഒരു പ്ലക്കാർഡ് ഉണ്ട്. ആ പ്ലക്കാർഡ് ഉയർത്തി കാണിക്കും. കൺവിൻസ്ഡ് ആണെങ്കിൽ കൺവിൻസ്ഡ് കാണിക്കും. അങ്ങനെ 3 പേരും കൺവിൻസ്ഡ് ആയാൽ അയാൾ സേവ് ആണ്, 2 പേര് കൺവിൻസ്ഡ് ആയാലും സേവ് ആണ്. പക്ഷെ ഒരാൾ കൺവിൻസ്ഡ് ആയാൽ സേവ് ആവണം നിർബന്ധമില്ല, മറ്റേ ആളും കൂടി കൺവിൻസ്ഡ് ആയാൽ സേവ് ആവും. അങ്ങനെയായിരുന്നു. അങ്ങനെ ആദ്യം പ്രവീണാണ് വന്നത്. പ്രവീണിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഒന്നുകൂടി നോക്കാം, പ്രവീൺ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ, ടെസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് 3 പേരും പ്രവീണിനെ സേവ് ചെയ്തു. രണ്ടാമത് വന്നത് ഷിജു ആയിരുന്നു. ഷിജുവിനെയും സേവ് ചെയ്തു. മൂന്നാമത് സോണിയാണ് വന്നത്. സോണിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവർക്ക് തോന്നൽ വന്നു എന്ന് തോന്നുന്നു. സോണിയെ എവിക്ട് ചെയ്തു. 3 പേരും നോട്ട് കൺവിൻസ്ഡ് ആയിരുന്നു. സോണിയെ എവിക്ട് ചെയ്തു. പിന്നെ വന്നത് അഭിറാമായിരുന്നു. അഭിറാമിനൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, അഭിറാം പുറത്തേക്ക് പോകേണ്ടി വരുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ അഭിറാം സേവ്ഡ് ആയിട്ടുണ്ട്. 3 പേരും കൺവിൻസ്ഡ് ആയി. പിന്നെ വന്നത് സാബിറയായിരുന്നു. സാബിറയ്ക്ക് സാബിറയുടെ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റിയില്ലെന്നും സാബിറ തന്നെ സമ്മതിക്കുന്നത്. അങ്ങനെ സാബിറ എവിക്റ്റായി. ദെൻ എൽദോയാണ് വന്നത്. എൽദോ വന്നപ്പോൾ എൽദോനെ സേവ് ആക്കണോ അതോ എവിക്റ്റ് ആക്കണോ എന്ന കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ രഞ്ജിനി ഹരിദാസ് ചോദിച്ചു കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഒരു 100% എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും 200% കൊടുക്കാം ഇനി അങ്ങോട്ട് എന്ന് എൽദോ വാക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എൽദോനെ സേവ് ചെയ്തു. പിന്നെ വന്ന് റിജോ ആയിരുന്നു. റിജോ എവിക്റ്റായി പോയി. പിന്നെ ഷിംജിത്ത് ആയിരുന്നു. ഷിംജിത്ത് നേരത്തെ പറഞ്ഞ പോലെ പേടിച്ച് വരണ്ടൊക്കെ നിൽക്കുമായിരുന്നു, പുറത്തേക്ക് പോകേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഷിംജിത്തിനെ ഇവർ സേവ് ചെയ്തു. പിന്നെ സോനയും ജെറ്റിയുമാണ് ലാസ്റ്റ് വന്നത്. രണ്ടിൽ ഒരാൾ പുറത്ത് പോകും, ഒരാൾ ഇന്നാവും എന്ന് പറഞ്ഞു. ഞാൻ അവിടെയാണ് ഒരു എന്താ പറയുക സുഖക്കേട് തോന്നിയത്. കാരണം ജെറ്റി എവിക്റ്റായി, സോന സേവ്ഡായി. സോന ശരിക്കും എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ റിയാസലീമാണ് പറഞ്ഞത് സോനയിൽ എന്തൊക്കെയോ ഫയർ കാണുന്നു, ഫയർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, സോനയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സോനയെ സേവ് ആക്കിയത്. അത് റിയാസിൻ്റെ താല്പര്യം എന്നാണ് പറഞ്ഞത്. അറിയില്ല എന്താണ് റീസൺ എന്നറിയില്ല. പക്ഷേ സോനയെ സേവ് ആക്കി. ജെറ്റി എവിക്റ്റായി. അങ്ങനെ 28 പേരിൽ നിന്ന് 24 പേരായി. അടുത്ത എനിക്ക് തോന്നുന്നു 2 ദിവസം കൊണ്ട് അത് 12 ആവും തോന്നുന്നു. അല്ല, 3 ദിവസം കൊണ്ട് അത് 12 ആവും തോന്നുന്നു. കാര്യം നാളെ 4 പേര് പോകും, മറ്റൊന്ന് 4 പേര് പോകും, അത് കഴിഞ്ഞ് വീണ്ടും 4 പേര് പോകും. അപ്പോൾ 12 പേര് പോകും, പിന്നെ 12 പേര്. അറിയില്ല ആരൊക്കെയാണ് ഇന്നാവാൻ പോകുന്നത്. എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു 6 പേരെന്ന് പറയുന്നത് ഈ പറയുന്ന സെഗ്മെന്റ് പങ്കെടുക്കാൻ വന്നല്ലോ, ആ സെഗ്മെന്റിൽ സംസാരിച്ചതിൽ ജെറ്റി പുറത്ത് പോയിട്ടുണ്ട്. ബാക്കി 5 പേരും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ 5 പേരിൽ ഓൾമോസ്റ്റ് ഒരു 3 പേരോളം വരാൻ സാധ്യതയുണ്ട്. എനിക്ക് ലൊലീറ്റ വരുമെന്ന് തോന്നുന്നുണ്ട്, അതുപോലെ രാകേഷ് വരുമെന്ന് തോന്നുന്നുണ്ട്, ഷിബിനെയും ഇന്നാവും തോന്നുന്നുണ്ട്. ഇപ്പം കണ്ട പോക്കിന് തന്നെ പോവുകയാണെങ്കിൽ ഇവർ 3 പേരും ഈ പറഞ്ഞ കോമണേഴ്സ് ലിസ്റ്റിൽ നിന്ന് അകത്തേക്ക് വരാൻ സാധ്യത എനിക്ക് ഫീൽ ചെയ്യുന്നു. ബാക്കി നമുക്കറിയില്ല, കണ്ടറിയണം. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. നിങ്ങൾ എപ്പിസോഡ് കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായങ്ങളോട് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം യോജിക്കുന്നതെന്ന് നോക്കട്ടെ. അതുപോലെ തന്നെ എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിടുക. ഞാനതിന് അറിയുന്ന പോലെ ഞാൻ അതിന് മറുപടി തരാം. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കൂടുതൽ ഇൻസ്പിറേഷൻ എനിക്ക് ഉണ്ടാക്കുന്നത്. കമൻറ്റുകൾ പോരട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.